ഹായ് ഹലോ വെൽക്കം ടു CC Plus. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിൻ്റെ ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊമേഴ്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എല്ലാവരും വളരെ ഭയത്തോടെയാണ് നോക്കിക്കാണുക. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നു, അതേപോലെ തന്നെ അറിഞ്ഞ് പഠിക്കാൻ പറ്റുന്നതായ നല്ല സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് അക്കൗണ്ടൻസി എന്നുള്ളത്. അപ്പോൾ അക്കൗണ്ടൻസിയുടെ ചെറിയൊരു പോർഷൻ നമുക്ക് ഇന്നിവിടെ എടുക്കാം. ബാക്കി പോർഷനുമായിട്ട് നമുക്ക് വഴിയെ കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, നമ്മളിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അത് എങ്ങനെയാണ് റെക്കോർഡിംഗ് ചെയ്യേണ്ടത്, ആ റെക്കോർഡിംഗ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ. നമുക്ക് നേരെ നോക്കാം എന്താണെന്ന്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ ആർ യൂഷ്വലി evidenced by an appropriate document such as cash memo, invoice, sales bill, paying slip, check, salary slip, etc. A document which provide evidence of the transaction is called a source document or a voucher. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇവിടെയാണ്. എന്താണ് വൗച്ചർ? എന്താണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്? വൗച്ചർ എന്ന് വെച്ചാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും? അവിടെ ഒരു ബില്ല് തരും അല്ലേ? ആ ബില്ലിൽ പറയുന്ന പേരെന്താണ്? ഡോക്യുമെന്റ് ആണ് അല്ലേ? അതൊരു എവിഡൻസ് ഡോക്യുമെന്റ് ആണത്. എവിഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫിസിക്കലി ഒരു ഡോക്യുമെന്റ് അവിടെ നിന്ന് തരും. ദാ ഞാൻ ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ടുണ്ട്, അതിന് തത്തുല്യമായ രീതിയിലുള്ള സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് നമുക്ക് കിട്ടും, ഒരു ഫിസിക്കലി ഡോക്യുമെന്റ് കിട്ടും. സോ അത്തരത്തിലുള്ള ഫിസിക്കലി ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയാം? വൗച്ചർ എന്ന് പറയാം. അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഫിസിക്കലി ഡോക്യുമെന്റ്, സോഴ്സ് ഡോക്യുമെന്റിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയാം. ഈ വൗച്ചർ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. വൗച്ചർ പലതരത്തിലുള്ള വൗച്ചർ ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്. ക്യാഷ് മെമോ ഉണ്ടാവും, ഇൻവോയ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് സെയിൽസ് ബില്ല്, പെയിൻ സ്ലിപ്പ്, സാലറി സ്ലിപ്പ്, ഇതൊക്കെ ഒരു തരത്തിലുള്ള വൗച്ചറാണ്. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി എന്നതിൻ്റെ ഒരു എവിഡൻസ് കൂടിയാണ് ഈ പറയുന്ന കാര്യം. സോ നമ്മളിവിടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള വൗച്ചർ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? ആ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവസാനമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ എത്തുക. അപ്പോൾ നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. എങ്ങനെയാണ് നമ്മൾ ആദ്യമായി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് ജേണലിലാണ്. ജേണലിൽ നിന്നാണ് തുടക്കം. ജേണല്, ലെഡ്ജർ, ട്രയൽ ബാലൻസ് തുടങ്ങിയ രീതിയിൽ നിന്നാണ് അവസാനമായിട്ട് എവിടെ എത്തുക? ബാലൻസ് ഷീറ്റ് വരെ എത്തുക. അങ്ങനെയാണ് നമ്മളെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾ അവിടെ കാണുന്നത്. സോ ആദ്യത്തെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് ജേണൽ എന്ന് വെച്ചാൽ. നോക്കാം ഇവിടെ എന്താണെന്ന്. ജേണൽ എൻട്രീസ് ഫ്രം ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് മെത്തേഡ് ദാറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ സെഞ്ചുറീസ് ടു കീപ്പ് ഫിനാൻഷ്യൽ റെക്കോർഡ്. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ജേണൽ എന്ന് പറഞ്ഞാൽ. ഇവിടെ ചേർക്കുന്നുണ്ട്, എ ജേണൽ എൻട്രി റെക്കോർഡ്സ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ അക്കൗണ്ടിംഗ് സിസ്റ്റം ഫോർ ആൻ ഓർഗനൈസേഷൻ. ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ജേണൽ എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തിന് മുന്നേ തന്നെ ജേണൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മളെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിൽ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് മെത്തേഡാണ് ജേണൽ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ജേണൽ വരയ്ക്കുക നമുക്ക് നോക്കാം. എങ്ങനെയാണ് ജേണൽ വരയ്ക്കുക? നോക്കൂ, ഇതാണ് ജേണലിലെ ഫോർമാറ്റ്. നമുക്കറിയാം, ആദ്യം എന്താണ്? കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇത്തരത്തിൽ അടങ്ങിയതാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജേണലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇനി ഈ ഓരോരോ കോളം നമുക്ക് അറിയണ്ടേ? എന്താണ് ഡേറ്റ്, എന്താണ് LF, ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ് നമുക്ക് അറിയണ്ടേ? അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടതാണ് ഡേറ്റ് കോളം. ഡേറ്റ് കോളം എന്ന് പറയുന്നത് നമ്മളെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെടേണ്ട ഡേറ്റിനാണ് അവിടെ ഡേറ്റ് കോളം എന്ന് പറയാം. ഇൻ ദിസ് കോളം ദ ഡേറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ട ആ ഡേറ്റിനാണ്, സ്പെസിഫിക് ഡേറ്റ് ആയിരിക്കും അല്ലെ? ഇപ്പോൾ ജനുവരി 1, അല്ലെങ്കിലോ ജൂലൈ 31, അല്ലെങ്കിലോ ഓഗസ്റ്റ് 1, അങ്ങനെയുള്ള ഒരുപാട് ഡേറ്റുകൾ ഉണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ട ഡേറ്റിനാണ് അവിടെ ഡേറ്റ് കോളം മെൻഷൻ ചെയ്യുന്നത്. ഇനി അടുത്താണ് പെർട്ടിക്കുലേഴ്സ്. നമുക്കറിയാം പെർട്ടിക്കുലേഴ്സ് എന്നുള്ള കോളം. എന്താ അവിടെ പറയുന്നത്? ദ അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ഇൻ ദിസ് കോളം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ആക്കുന്നത്. ഒരു ഗിവറും ഉണ്ടാവും, അതേപോലെ ഒരു റിസീവറും ഉണ്ടാവും. രണ്ടാൾ അവിടെ ട്രാൻസാക്ഷൻ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ ട്രാൻസാക്ഷനിൽ അടങ്ങിയ
ആൾക്കാരെ അല്ലെങ്കിൽ ആ അക്കൗണ്ടുകളെയാണ് അവിടെ പെർട്ടിക്കുലേഴ്സ് എന്നുള്ള കോളത്തിൽ അടയാളപ്പെടുത്തുക. അതായത് ആ ട്രാൻസാക്ഷൻസിൽ ഇൻവോൾവ് ആയ അക്കൗണ്ട്സുകളെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേരുകൾ ഉണ്ടാവും അല്ലെ, ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഇങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാവും. ആ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ്ഡ് ആയ അക്കൗണ്ടുകളെയാണ് നമ്മൾ പെർട്ടിക്കുലേഴ്സ് എന്ന കോളത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. അത് മാത്രമല്ല, പെർട്ടിക്കുലേഴ്സിൽ അടയാളപ്പെടുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? അവിടെ തന്നെ നമ്മൾ ഏത് അക്കൗണ്ട് ആണോ ഡെബിറ്റ് ആവുന്നത്, ശ്രദ്ധിക്കണം, ഏത് അക്കൗണ്ട് ആണോ ഡെബിറ്റ് ആവുന്നത് ആ ഡെബിറ്റ് ആവുന്ന അക്കൗണ്ടിന് നേരെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? DR എന്ന് കൊടുക്കണം. അവിടെ അക്കൗണ്ട് എഴുതുന്ന സമയത്ത് ഡെബിറ്റ് ഏതാണോ അക്കൗണ്ട് ആവുന്നത് ആ അക്കൗണ്ടിന് നേരെ നമ്മൾ DR എന്ന് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇനി ക്രെഡിറ്റ് ആവുന്നതിനോ, ക്രെഡിറ്റ് ആവുന്നതിന്റെ മുന്നേ, അതായത് ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ടിന് മുന്നേ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ടു എന്നും നമ്മൾ കൊടുക്കണം അല്ലെ. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, അങ്ങനെയൊക്കെ നമ്മൾ വരാം അല്ലെ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അവിടെ ഏതാണോ ഡെപ്റ്റർ വരുന്നത് ആ ഡെപ്റ്റർ അക്കൗണ്ടിന്റെ അവസാനം നമ്മൾ DR എന്ന് കൊടുക്കണം. ഇനി ക്രെഡിറ്റ് ഏതാണോ വരുന്നത് ആ ക്രെഡിറ്റ് അക്കൗണ്ടിന്റെ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? ടു എന്നും കൊടുക്കണം. അതാണ് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ട കാര്യം. ഇനി അടുത്ത കോളം നമുക്ക് നോക്കാം. അടുത്താണ് ലെഡ്ജർ ഫോളിയോ അഥവാ LF എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ അടുത്ത ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് അവിടെ ലെഡ്ജർ കോളം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ലെഡ്ജർ ഫോളിയോ എന്നുള്ള അക്കൗണ്ട് എഴുതുന്നത് നമ്മളെ ജേണൽ എൻട്രി എഴുതിയത് അത് ലെഡ്ജറിൽ ഏത് പേജിലാണോ റെക്കോർഡ് ചെയ്യപ്പെട്ടത് ആ നമ്പർ ആണ് അവിടെ കൊടുക്കേണ്ടത്. നോക്കൂ, ദ പേജ് നമ്പർ ഓഫ് ദ ലെഡ്ജർ ഇൻ വിച്ച് ദ അക്കൗണ്ട്സ് ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ആർ മെയിൻറ്റെയിൻ ഈസ് റെക്കോർഡഡ് ഹിയർ. അതായത് ജേണലിലെ അക്കൗണ്ടുകൾ, നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന രീതിയിലുള്ള അക്കൗണ്ടുകൾ ലെഡ്ജറിൽ എവിടെയാണോ നമ്മൾ പോസ്റ്റ് ചെയ്തത് അവിടെയുള്ള പേജ് നമ്പറാണ് അവിടെ ലെഡ്ജർ ഫോളിയോ കൊടുക്കുന്നത്. എന്തിനായിരിക്കാം ഈ ലെഡ്ജർ ഫോളിയോ നമ്പർ അവിടെ കൊടുക്കുന്നത്? അതായത് ജേണൽ എൻട്രിയും അതേപോലെ ജേണൽ എഴുതിയും ലെഡ്ജർ എഴുതിയതും രണ്ടും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു മന്ത്ലിയോ വീക്കിലിയോ ഒക്കെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, ട്രാൻസാക്ഷൻ ഇത്ര, ജനുവരി 1-ാം തീയതി ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അതേ ദിവസം നടന്ന ട്രാൻസാക്ഷൻ ലെഡ്ജറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഇത് രണ്ടും കൂടി തമ്മിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ, താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ലെഡ്ജർ ഫോളിയോ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ കൊടുക്കാം, ദ ലെഡ്ജർ ഫോളിയോ ഹെൽപ്സ് ടു ക്രോസ് വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ ആൻഡ് ഹെൽപ്പ് ടു ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്. അതായത് ക്രോസ് വെരിഫിക്കേഷൻ നടത്താനും കൂടാതെ നമുക്ക് എന്ത് ചെയ്യാനും വേണ്ടി പറ്റും, ഓഡിറ്റ് ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ലെഡ്ജർ ഫോളിയോ എന്ന അക്കൗണ്ട് നമ്മളവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിങ്, അടുത്താണ് ഡെബിറ്റ് കോളം. ഡെബിറ്റ് കോളം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്തു അല്ലേ, ഏതെങ്കിലും ഒരു അക്കൗണ്ട് അവിടെ റെക്കോർഡ് ചെയ്തു, ആ ഡെബിറ്റ് കോളം റെക്കോർഡ് ചെയ്തതിന്റെ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതായത് പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ നമ്മൾ എഴുതി, ഈ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എന്ത് എഴുതേണ്ടത്? ഡെബിറ്റ് അക്കൗണ്ടിൽ എഴുതേണ്ടത്. അതായത് ഡെറ്റർ ചെയ്ത അക്കൗണ്ടിന്റെ എമൗണ്ട് ആണ് അവിടെ ഡെബിറ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്താണ് ക്രെഡിറ്റ് കോളം. ക്രെഡിറ്റ് കോളം എന്ന് വെച്ചാൽ നമുക്കറിയാം, അവിടെ എന്താ, ക്രെഡിറ്റ് ചെയ്യപ്പെട്ട അക്കൗണ്ടിന്റെ എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ക്രെഡിറ്റ് കോളം ഉപയോഗിക്കുന്നത്. എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഈസ് റെക്കോർഡഡ് ഇൻ ദിസ് കോളം. അതായത് ക്രെഡിറ്റ് ചെയ്യപ്പെട്ട അക്കൗണ്ടിന്റെ എമൗണ്ട് എഴുതാൻ വേണ്ടി ക്രെഡിറ്റ് കോളം സഹായിക്കുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ വേറൊരു കാര്യം അതിനകത്തുണ്ട്, അതാണ് ലാസ്റ്റ് പോയിന്റ്, നരേഷൻ എന്ന് പറയുന്നത് അല്ലേ. എന്താ നരേഷൻ? ഇപ്പൊ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞു, പക്ഷെ ജേണലിലേക്ക് എഴുതുന്ന സമയത്ത് എന്താണ് അവിടെ ട്രാൻസാക്ഷൻ ഉണ്ടായത് എന്ന് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏത് ട്രാൻസാക്ഷൻ പ്രകാരമാണ് ജേണൽ എൻട്രി എഴുതിയത് അതിന്റെ ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആ ജേണലിന്റെ താഴെ എഴുതണം. അപ്പോൾ അത്തരത്തിൽ എഴുതുന്ന ബ്രീഫ് ഡിസ്ക്രിപ്ഷനെ പറയുന്ന പേരാണ് നരേഷൻ. നമ്മൾ എന്താണോ അക്കൗണ്ടിൽ അവിടെ നടത്തിയത്, അവിടെ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ആയി ക്രെഡിറ്റ് ആയി ആ ട്രാൻസാക്ഷൻ എന്താണെന്ന് ചുരുക്കി അവിടെ എഴുതുന്നതിനാണ് നമ്മൾ നരേഷൻ എന്ന് പറയാം. സോ ഇതൊക്കെയാണ് നമ്മൾ ജേണലിൽ പഠിച്ച പ്രധാനപ്പെട്ട ഓരോ കോളവും അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷനും. ഇനി നമുക്ക് നോക്കാം ഒരു ജേണൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെ ജേണൽ പ്രിപ്പയർ ചെയ്യണം നോക്കാം. നമ്മൾ ജേണൽ നമുക്ക് വെറുതെ എഴുതാൻ പറ്റില്ല, തോന്നിയ പോലെ നമുക്ക് ജേണൽ എഴുതാൻ പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട റൂൾസ് ഉണ്ട്. നമുക്കറിയാം അക്കൗണ്ടൻസി പ്രകാരം ഒരു 3 ഗോൾഡൻ റൂൾസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. ഈ 3 അക്കൗണ്ടിന്റെ റൂള് പ്രകാരം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക്
ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണെന്ന രീതിയിൽ ജേണൽ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഈ 3 അക്കൗണ്ട് പ്രകാരം നമുക്ക് എങ്ങനെയാണ് ഓരോന്നും എങ്ങനെയാണ് ഡെബിറ്റ് ആവുക എങ്ങനെയാണ് ക്രെഡിറ്റ് ആവുക നമുക്ക് നോക്കാം. നോക്കൂ, ആദ്യത്തെ അക്കൗണ്ടാണ് നമ്മൾ പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട്. ഈ പേഴ്സണൽ അക്കൗണ്ടിന് ഒരു റൂൾ ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ടിന് പ്രധാനപ്പെട്ട റൂൾ ഉണ്ട്. അതാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇതാണ് നമ്മളെ പേഴ്സണൽ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട റൂൾ. ഇനി നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നത്. ഇൻ കേസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ദ റൂൾ ഈസ് ഡെബിറ്റ് the account of the person who receives the benefit and credit the account of person who gives the benefit. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്. ഇനി ഈ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള് പ്രകാരം നമുക്കൊരു ട്രാൻസാക്ഷൻ എങ്ങനെയൊക്കെ രേഖപ്പെടുത്താൻ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ഒരു ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ജേണലിലേക്ക് പോകാൻ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് അൻപു റുപ്പീസ് 10,000 ബൈ ചെക്ക്. ഇതാണ് നമുക്കുള്ള ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷനിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഡെബിറ്റ് ആവുന്നത് ക്രെഡിറ്റ് ആവുന്നത് നമുക്ക് നോക്കാം. പേഴ്സണൽ അക്കൗണ്ടിന്റെ പ്രകാരമുള്ള ട്രാൻസാക്ഷൻ ആണ് നമുക്ക് നോക്കാം. ഇവിടെ അക്കൗണ്ട് എഫക്റ്റ് ആവുന്നത് 2 അക്കൗണ്ടാണ് അല്ലേ. ഒന്ന് അൻപു അക്കൗണ്ട് ഉണ്ട്, അതേപോലെ ചെക്ക് ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട്. അൻപു അക്കൗണ്ടും ഉണ്ട്, അതേപോലെ ബാങ്ക് അക്കൗണ്ട്. 2 അക്കൗണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നാച്ചുറൽ ഓഫ് അക്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു 3 തരത്തിലുള്ള അക്കൗണ്ട് പ്രധാനമായിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അതിൽ ഏത് തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക എന്നാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് അൻപു അക്കൗണ്ട് ഉണ്ട്, അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണ് പേഴ്സണൽ അക്കൗണ്ടിന് നാച്ചുറൽ പെട്ടതാണ്. ഇത് രണ്ടും പേഴ്സണൽ അക്കൗണ്ടിന് നാച്ചുറൽ പെട്ടതാണ്. ഇനി അടുത്ത് നോക്കാം, എന്താണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയുന്നത്. ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ. അതായത് ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ. അതാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്. ആ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള് പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ ജേണലിലേക്ക് മാറ്റിയിടാൻ നോക്കാം. ഏതാണ് ഡെബിറ്റ് വരിക, ഏതാണ് ക്രെഡിറ്റ് വരിക. അതായത് ഡെബിറ്റ് എന്ന് പറയുന്ന റിസീവർ ആണ്, ക്രെഡിറ്റ് എന്ന് പറയുന്ന ഗിവർ ആണ്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ പെയ്ഡ് അൻപു റുപ്പീസ് 10,000 ബൈ ചെക്കില് ആരാണ് റിസീവർ ആരാണ് ഗിവർ നമുക്ക് നോക്കണം. നോക്കൂ, ഇവിടെ എങ്ങനെയാണ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. അൻപു ഈസ് ദ റിസീവർ ആൻഡ് ദ ബാങ്ക് ഈസ് ദ ഗിവർ അല്ലേ. ഇവിടെ എങ്ങനെയാ പോകുന്നത്. അൻപുവിനാണ് പൈസ കൊടുക്കുന്നത് അല്ലേ. അൻപുവിന് പൈസ കൊടുക്കുകയാണ്. സോ അൻപു ആരാണ്. അൻപു എന്ന ആൾ അവിടെ റിസീവർ ആണ്. കൂടാതെ ബാങ്ക് ആണ് അവിടെ കൊടുക്കുന്ന ആള്. ബാങ്ക് ആണ് അവിടെ കൊടുക്കുന്ന ആള്. അപ്പോൾ അവിടെ ഡെബിറ്റ് ദ റിസീവറും ക്രെഡിറ്റ് ദ ഗിവറുമാണ്. സോ ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ആരാണ് ഡെബിറ്റ് ആവുന്നത് ആരെ അക്കൗണ്ടാ. അൻപു അക്കൗണ്ട് ഡെബിറ്റ് ആവും, അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും. അൻപു അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് നമ്മൾ ജേണൽ എൻട്രി എഴുതും. അൻപു അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും ജേണൽ എൻട്രി എഴുതും. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ കേസിൽ ആദ്യത്തെ ജേണൽ എൻട്രി പറയാനുള്ളത്. ഇനി അടുത്ത അക്കൗണ്ട് നമുക്ക് നോക്കാം. അടുത്താണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. റിയൽ അക്കൗണ്ട് എന്താ. റിയൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ടിനും ഒരു എന്തുണ്ട്, ഒരു റൂൾ ഉണ്ട്. റിയൽ അക്കൗണ്ടിന്റെ റൂളാണ് ഡെബിറ്റ് വാസ് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് അല്ലെ. ഡെബിറ്റ് വാസ് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് എന്നാണ് നമ്മളെ റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയാനുള്ളത്. ഇനി എന്തിലൊക്കെയാണ്, അതായത് പേഴ്സണൽ അക്കൗണ്ട് എന്തൊക്കെ ഉണ്ടായിരിക്കും, റിയൽ അക്കൗണ്ട് എന്തൊക്കെ ഉണ്ടായിരിക്കും, നോമിനൽ അക്കൗണ്ട് എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അധികം ഡീറ്റെയിൽ ആയിട്ട് അതിൽ പോവാത്തത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റിയൽ അക്കൗണ്ട് പ്രകാരം നമുക്ക് എങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി എഴുതാൻ നമുക്ക് നോക്കാം. നോക്കൂ, അവിടെ റൂൾ എന്താണ്. ഡെബിറ്റ് വാസ് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് ആണ് അവിടെ റൂൾ വരുന്നത്. ആ റൂൾ ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കാം. ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കൂ. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ₹5,000. അതായത് 5,000 രൂപയ്ക്ക് അവിടെ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 5,000 രൂപയ്ക്ക് അവിടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ അക്കൗണ്ടിലാണ് എഫക്ട് ചെയ്യുന്നത്. 2 തരത്തിലുള്ള അക്കൗണ്ട് അവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്ന് ഫർണിച്ചർ അക്കൗണ്ട് വരുന്നുണ്ട്, കൂടാതെ ക്യാഷ് അക്കൗണ്ട് വരുന്നത്. ഇവിടെ ക്യാഷിനാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ നാച്ചുറൽ ഓഫ് അക്കൗണ്ട് ഏതാ നോക്കാം. ഇത് രണ്ടും ഏതിൽ പെട്ടതാണ്. റിയൽ അക്കൗണ്ടിൽ പെട്ടതാണ്. നാച്ചുറൽ ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും റിയൽ അക്കൗണ്ടിന്റെ നാച്ചുറൽ പെട്ടതാണ്. ഇനി റൂള്, അതായത് റിയൽ അക്കൗണ്ടിന്റെ റൂള് വരുന്ന സമയത്ത് അവിടെ ഡെബിറ്റ് വാസ് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് ആണ് അവിടെ റൂള് വരുന്നത്. ഈ റൂള് പ്രകാരം ഇവിടെ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. നോക്കൂ, അവിടെ നമ്മൾ വരുന്ന സമയത്ത് ഈ റൂള് ഈ ജേണൽ എൻട്രിയിൽ, അതായത് ഈ ട്രാൻസാക്ഷനിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നത്, അതായത് ഫർണിച്ചർ ആണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ. ഫർണിച്ചർ കംസ് ഇൻ ആൻഡ് ക്യാഷ് ഗോസ് ഔട്ട് അല്ലേ. ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് വാങ്ങുന്നത്, ഫർണിച്ചർ വാങ്ങുന്നത്. അപ്പോൾ ക്യാഷ് നമ്മളെടുത്ത് പോവാണ്, ഫർണിച്ചർ നമ്മളെ കയ്യിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്തൊക്കെ വരും, ഡെബിറ്റ് വരിക,
ഫർണിച്ചർ അക്കൗണ്ട് ആണ് ഡെബിറ്റ് വരിക ആൻഡ് ക്യാഷ് അക്കൗണ്ട് ആണ് അവിടെ ക്രെഡിറ്റ് വരിക അല്ലേ. നമ്മൾ റൂൾ എന്താണ്? റൂള് വരുന്നത് ഡെബിറ്റ് വാസ് കംസ് ഇന്നും ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് ആണ്. ഇങ്ങോട്ട് വന്നതിനെ ഡെബിറ്റ് ചെയ്യുക, പോയതിനെ ക്രെഡിറ്റ് ചെയ്യാണ്. സോ ഇങ്ങോട്ട് വന്നത് ആരാണ്? ഫർണിച്ചർ ആണ് ഇങ്ങോട്ട് വന്നത് അല്ലേ. അങ്ങോട്ട് പോയതോ ക്യാഷ് ആണ് പോയത്. സോ അവിടെ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് നമ്മൾ എഴുതും. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് നമ്മൾ എഴുതും. ഇതാണ് റിയൽ അക്കൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്താ? നോമിനൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് റൂൾ എന്താ പറയുന്നത്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻ. ഇതാണ് പ്രധാനപ്പെട്ട നോമിനൽ അക്കൗണ്ടിന്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. ഡെബിറ്റ് ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ദ ഇൻകംസ് ആൻഡ് ഗെയിൻ. ഇതാണ് പ്രധാനപ്പെട്ട റൂള്. ഈ റൂള് പ്രകാരം നമുക്ക് എങ്ങനെ ഒരു ജേണൽ എൻട്രി എഴുതാം നോക്കൂ. ഇവിടെ എങ്ങനെ എഴുതാൻ സാധിക്കും നോക്കാം നമുക്ക്. എക്സാമ്പിൾ, പെയ്ഡ് റെന്റ് ₹5,000 ഇൻ ക്യാഷ്. അവിടെ റെന്റ് അടച്ചിട്ടുണ്ട്. എത്ര രൂപ റെന്റ് അടച്ചത്? 5,000 രൂപയാണ് അവിടെ റെന്റ് അടച്ചത്. 5,000 രൂപയാണ് അവിടെ റെന്റ് അടച്ചത്. നോക്കൂ, ഇവിടെ ഏതൊക്കെ അക്കൗണ്ട് ആണ് എഫക്ട് ചെയ്യുന്നത്? 2 അക്കൗണ്ട് അവിടെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഒന്ന് റെന്റ് അക്കൗണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ക്യാഷ് അക്കൗണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ക്യാഷ് ആയത്? ഇവിടെ ക്യാഷിനാണ് ചെയ്യുന്നത്. ഇത് മറിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആകുമ്പോൾ അല്ലെ ചെക്ക് മുഖാന്തരം ആകുമ്പോഴോ അവിടെ ബാങ്ക് ആയിട്ട് വരും അല്ലേ. ഇനി നാച്ചർ ഓഫ് അക്കൗണ്ട്, ഇത് ഏത് തരത്തിലുള്ള നാച്ചർ ആണ്? അവിടെ റെന്റ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്, ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആയിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. റെന്റ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടും ക്യാഷ് എന്നത് റിയൽ അക്കൗണ്ട് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റൂൾ എന്തായിരുന്നു? ഡെബിറ്റ് ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് ലോസസും ക്രെഡിറ്റ് ഓൾ ദ ഇൻകം ആൻഡ് ഗെയിനും ആണ് നമ്മളെ റൂൾ വന്നിട്ട് അല്ലേ. അതനുസരിച്ച് ഏതൊക്കെയാണ് ഡെബിറ്റും ക്രെഡിറ്റ് ആവുക നോക്കൂ. അവിടെ നമ്മളെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്, അതായത് റെന്റ് ഈസ് ദ എക്സ്പെൻസ് ആൻഡ് ക്യാഷ് ഗോസ് ഔട്ട്. അതായത് 2 അക്കൗണ്ടിൻ്റെയും റൂൾ അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ 2 അക്കൗണ്ട് റൂൾ വന്നുകൊണ്ട് തന്നെ അവിടെ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ആവും, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. റെന്റ് അക്കൗണ്ട് അവിടെ എന്താവുന്നുണ്ട്? ഡെബിറ്റ് ആവുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് അവിടെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ എഴുതുക. ട്രാൻസാക്ഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാം നമുക്ക്? ദ റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഏത് വരും? ക്യാഷ് അക്കൗണ്ട് എഴുതാം അല്ലേ. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് നമുക്ക് അവിടെ ട്രാൻസാക്ഷൻ എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട 3 എണ്ണം, അതായത് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഈ 3 അക്കൗണ്ടിന്റെ റൂള് പ്രകാരമാണ് നമ്മൾ ജേണലിൽ ഏതൊക്കെ അക്കൗണ്ട് ഡെബിറ്റ് ആവണം, ഏതൊക്കെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവണം നമ്മൾ എഴുതുക. അല്ലാതെ വെറുതെ എഴുതാൻ പറ്റില്ല. ഈ റൂള് പ്രകാരമാണ് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലാതെ, അതായത് റൂള് വെക്കാതെ നമുക്ക് ഇങ്ങനെ വൈഡായിട്ട് പറയാതെ നമുക്കൊരു ജേണൽ എൻട്രീൻ്റെ കേസ് നമുക്ക് പറഞ്ഞു നോക്കാം അല്ലേ. ആദ്യത്തെ ജേണൽ എൻട്രി നോക്കൂ. ഇവിടെ രോഹിത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 5 lakh. രോഹിത് അവിടെ എന്താണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് 5 ലക്ഷം മുഖാന്തരം. അവിടെ നമ്മൾ ജേണൽ എൻട്രി വരച്ചു അല്ലേ. ജേണൽ എൻട്രി പോലെ ഒരു എൻട്രി വരയ്ക്കുന്നുണ്ട് 5 കോളത്തിൽ. നമ്മൾ നേരത്തെ എഴുതിയതിൻ്റെ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ നമ്മളൊരു കോളം മുഖാന്തരം നമ്മൾ വരികയാണ്. അവിടെ ട്രാൻസാക്ഷൻ എന്താ വരുന്നത്? രോഹിത് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ അവിടെ ഏതൊക്കെ അക്കൗണ്ട് അവിടെ വരുന്നുണ്ട്? അവിടെ അക്കൗണ്ട് വരുന്നത് ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ട്, കൂടാതെ രോഹിത്സ് ക്യാപിറ്റൽ 2 വരുന്നുണ്ട്. ദെൻ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടും രോഹിത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടും ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? ക്യാഷ് കംസ് ഇൻ ആണ്, രോഹിത് ഇത് ഗിവർ ആണ് അല്ലേ. ആ സമയത്ത് അവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആവുന്നുണ്ട്, രോഹിത് ക്യാപിറ്റൽ അവിടെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഇനി ഇത് പ്രകാരം ജേണൽ എൻട്രി എഴുതിയാൽ എങ്ങനെ എഴുതാൻ സാധിക്കും നോക്കൂ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രോഹിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതാൻ പറ്റും അല്ലേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രോഹിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ നറേഷനും കൊടുക്കുക. എന്താണ് അവിടെ നടന്നത്? രോഹിത് സ്റ്റാർട്ടഡ് ബിസിനസ് അല്ലേ. അവിടെ 5 ലക്ഷം മുഖാന്തരമാണ് അവിടെ എന്ത് തുടങ്ങിയത്? അവിടെ ബിസിനസ് തുടങ്ങിയത്. സോ അവിടെ അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രോഹിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ജേണൽ എൻട്രി എഴുതി. ഇനി മറ്റൊന്ന് നോക്കാം. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് 4,000. അതായത് 4,000 രൂപയ്ക്ക് ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ക്യാഷ് മുഖാന്തരമാണ് അവിടെ കൊടുക്കുന്നത് പൈസ. ഇതും ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം. 2 അക്കൗണ്ട് അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട് അല്ലേ. പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടാണ് ഇൻവോൾവ് ആയത് അല്ലേ. ഇനി പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നോമിനൽ അക്കൗണ്ട് ആണ്, ക്യാഷ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആണ്. ഇനി ഇത് പ്രകാരം റൂള് വരുന്ന സമയത്തോ എക്സ്പെൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്, ക്യാഷ് ഗോസ് ഔട്ട് ആണ്. സോ അവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ക്യാഷ് അക്കൗണ്ട് അവിടെ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ജേണലിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വരും? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരും. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, ഒന്നുകൂടി നമുക്ക് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ ഫോർ ₹10,000 ഓൺ ക്രെഡിറ്റ്. ഇവിടെ ക്രെഡിറ്റിനാണ് അല്ലേ.
ഇവിടെ ക്രെഡിറ്റിനാണ് നമ്മൾ വാങ്ങുന്നത് പൈസ. ആരെടുത്തുനിന്ന്? നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് രാഹുലിൻ്റെ അടുത്ത് നിന്ന് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ട്രാൻസാക്ഷൻ ഒരു പ്രത്യേകത. നോക്കൂ, അവിടെ അക്കൗണ്ട് ഇൻവോൾവ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, രാഹുൽസ് അക്കൗണ്ട് ഉണ്ട്. ഇവിടെ ക്രെഡിറ്റിനായതുകൊണ്ടാണ് എന്ത് മുഖാന്തരമാവുന്നത്? രാഹുൽസ് അക്കൗണ്ട് ആവുന്നത് അവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ടാണ്. ഇനി പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആണ്. രാഹുൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. റൂൾ വരുന്ന സമയത്ത് എക്സ്പെൻസ് മെയ്ഡ് രാഹുൽ ഈസ് ദ ഗിവർ അല്ലേ? അവിടെ എന്ത് ചെയ്യും? അവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആവും, കൂടാതെ രാഹുൽസ് അക്കൗണ്ട് അവിടെ ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം? ജേണലിലേക്ക് പോവാം. അവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാഹുൽസ് അക്കൗണ്ട്, അവിടെ റുപ്പീസ് നമ്മൾ കൊടുത്തു, നറേഷൻ നമ്മൾ എഴുതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ജേണൽ എൻട്രി എഴുതേണ്ടത്. അല്ലാതെ നമുക്ക് ഈസി ആയി മറ്റൊരു വേ ഇല്ല. ഇത്തരത്തിലുള്ള റൂള് പ്രകാരമാണ് നമ്മൾ ഓരോ ജേണൽ എൻട്രിയും എഴുതുന്നത്. നിങ്ങൾക്കറിയാം, കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടൻസി എന്ന് പറയുന്ന എല്ലാവരെയും ഭയപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാനും ഈസി ആയിട്ട് പഠിക്കാനും പറ്റിയൊരു ടോപ്പിക്കാണ് അക്കൗണ്ടൻസി എന്ന് വെച്ചാൽ. ചെറിയൊരു ലോജിക്ക് മാത്രമേ ഉള്ളൂ, അധികം മാത്തമാറ്റിക്കൽ ഒന്നുമില്ല. നമ്മൾ ചില റൂൾസും അതേപോലെ ചില കാര്യങ്ങളും വെച്ചാണ് നമ്മൾ അക്കൗണ്ടൻസി പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ CC+ നിങ്ങൾക്കായിട്ട് അക്കൗണ്ടൻസിയും അതേപോലെ കൊമേഴ്സ് ബേസിലുള്ള സബ്ജക്റ്റിനും വേണ്ടി ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമായിട്ട് അവിടെ ഒരു ഫാക്കൽറ്റി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സംശയങ്ങളും മറ്റുമൊക്കെ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങളുടെ പഠനത്തെ സഹായിക്കാം. മടിച്ചു നിൽക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് ബോർഡ് നമ്പറിൽ അവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ ഇതുപോലുള്ള അടുത്ത ഓരോ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും ഞാൻ മുന്നിലെത്താം. അതുവരെ സ്റ്റിൽ ബൈ, താങ്ക് യു.